Next topic is plugin. What is plugins? Plugins is a program actually. It is a software that we can make use of in order to open some applications which we see on the browser. പ്ലഗിൻസ് എന്തിനാണ്? ഡിസ്പ്ലേ ചെയ്യാൻ അഡീഷണൽ കണ്ടന്റ് എന്തെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവുന്നില്ല, അപ്പോൾ ഒരു പ്ലഗിൻ, അതായത് ചിലപ്പോൾ അനിമേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആവാം, അപ്പോൾ അത് ഓപ്പൺ ആവുന്നില്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ളതാണ് നമുക്ക് ഇതുപോലുള്ള ഫ്ലാഷ് മീഡിയ പ്ലെയർ പോലുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ്. അത് നമ്മൾക്ക് അപ്പോൾ അവിടെ ലിങ്ക് വരും, അത് ക്ലിക്ക് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അനിമേറ്റഡ് വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കുന്നു. ഇനി ആഡ് ഓൺസ് ആൻഡ് പ്ലഗിൻസ് എന്താണ്? ആഡ് ഓൺസ് എന്ന് പറഞ്ഞാൽ നോട്ട് എ പ്രോഗ്രാം, അതൊരു പ്രോഗ്രാം ഒന്നുമല്ല, ജസ്റ്റ് നമുക്കൊരു ഫെസിലിറ്റി മാത്രമാണത്. പക്ഷേ പ്ലഗിൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ലൈക്ക് ഫ്ലാഷ് മീഡിയ പ്ലെയർ, ഇതല്ലെങ്കിൽ ജാവ ഫ്രം സൺ മൈക്രോ സിസ്റ്റം, ഇതെല്ലാം പ്ലഗിൻസ് ആണ്. ഇനി ആഡ് എ പർട്ടിക്കുലർ ഫങ്ഷനാലിറ്റി ടു എ ബ്രൗസർ. ആഡ് ഓൺസിൻ്റെ പ്രത്യേകത ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനെ ആഡ് ചെയ്യുന്നു ബ്രൗസറിലേക്ക്, അതാണ്. പക്ഷേ പ്ലഗിൻസ് എന്ന് പറഞ്ഞാൽ നോട്ട് ബൗണ്ടഡ് ടു എ ബ്രൗസർ, ബ്രൗസറുമായിട്ട് പ്ലഗിൻസിന് ബന്ധമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് അങ്ങനെ ഒരു ലിങ്ക് വ്യൂ ചെയ്യാൻ ആവശ്യമായതുകൊണ്ട് നമ്മളതിനെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാ വെച്ചാൽ അതിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം. ഇനി കുക്കീസാണ് അടുത്തത്. കുക്കീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സാധാരണയായിട്ട് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ എന്തൊക്കെ യൂസ് ചെയ്തു, ലോഗിൻ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ ഓൾറെഡി നമ്മളിപ്പോൾ സെയിം ലോഗിൻ ചെയ്യാനുള്ള പേജ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് അവിടെ ആ ലോഗിൻ ചെയ്ത ഡീറ്റെയിൽസ് അവൈലബിൾ ആവുന്നതായിട്ട് നമുക്ക് കാണാം. ചിലപ്പോൾ അത് അവൈലബിൾ ആവില്ല. ഇനി അഥവാ അങ്ങനെ അവൈലബിൾ ആണെങ്കിൽ അതെങ്ങനെയാണ് അത് ഓൾറെഡി നമ്മൾ ലോഗിൻ ചെയ്ത ഡീറ്റെയിൽസ് അവിടെ അവൈലബിൾ ആവുന്നത്? കാരണം ഇതെല്ലാം ഒരു കുക്കീസ്, അതായത് ഓൾറെഡി അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു ടെമ്പററി ആയിട്ട് ഫോർ എ ലിമിറ്റഡ് ടൈം. ഇനി അങ്ങനെ ആ കുക്കീസ് നമ്മൾ ചിലപ്പോൾ എനേബിൾ ചെയ്തിട്ടുണ്ടാവും ബ്രൗസറിൽ, ചിലപ്പോൾ അത് ഡിസേബിൾ ചെയ്തിട്ടുണ്ടാവും. ഡിസേബിൾ ചെയ്താൽ ഇത് കാണാൻ പറ്റില്ല, എനേബിൾ ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഒരിക്കലും ഒരു ത്രെറ്റ് അല്ല. കുക്കീസ് ഒരിക്കലും നമുക്ക് അപകടമാണെന്ന് പറയാൻ പറ്റില്ല, അത് അപകടമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഏതാണ് ലോഗിൻ ചെയ്തത് അല്ലെങ്കിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്തത് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്ത് തരുന്നു. അതാണ് അവിടെ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം പിന്നെ നമ്മൾ വീണ്ടും ആ സൈറ്റിലേക്ക് പോയി അത് ഏതാണെന്ന് ഓർത്തെടുക്കാനുള്ളൊരു പ്രയാസം ഇല്ലാതെ നമുക്കത് ആ സൈറ്റ് ഇന്ന സൈറ്റിലായിരുന്നു നമ്മൾ പോയതെന്നും നമ്മൾ ഇന്നതിലാണ് ലോഗിൻ ചെയ്തതെന്നും ചില സമയത്ത് അവിടെ നമ്മൾ ആ ലോഗിൻ ചെയ്യുമ്പോൾ കൊടുത്ത ഡീറ്റെയിൽസ് വരെ ചിലപ്പോൾ നമുക്ക് കുറച്ച് നേരത്തിന് അവൈലബിൾ ആവണം, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള കുക്കീസ് ത്രെറ്റായി മാറാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻസ് ഒരു തേർഡ് പാർട്ടി ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് വെച്ചുകൊണ്ട് നമ്മുടെ ഇൻട്രസ്റ്റ് മനസ്സിലായി അതനുസരിച്ചുള്ള സ്പാമോ അതല്ലെങ്കിൽ അതനുസരിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജസോ ഒക്കെ നമുക്ക് അയക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അങ്ങനെയുള്ള മെസ്സേജസ് നമുക്ക് റിസീവ് ചെയ്യാൻ ഒരു പരിധിവരെ ഈ കുക്കീസ് കാരണമാവാറുണ്ട്. ബട്ട് ദെൻ എന്നാലും ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് നമുക്ക് പറയാൻ പറ്റും കുക്കീസ് ഒരിക്കലും അപകടമല്ല. കാരണം കുക്കീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരേ ഇതിലേക്ക് തന്നെ നമ്മളിപ്പോൾ ഒരു അറ്റംപ്റ്റ് 2 അറ്റംപ്റ്റ് 3 അറ്റംപ്റ്റ് നടത്തി ഒരു സെർവറിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ചിലപ്പോൾ നമുക്ക് 3ാമത്തെ അറ്റംപ്റ്റ് വരെ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് അത് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു അറ്റംപ്റ്റിലോ അല്ലെങ്കിൽ 2ാമത്തെ അറ്റംപ്റ്റിലോ നമുക്ക് ശരിക്കും അത് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അത് ലോഗിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് അവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്കതൊരു ഹെൽപ്പാണ് ആ സമയത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഹെൽപ്പായിട്ടും കുക്കീസ് മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുക്കീസിനെ നമുക്ക് ഒരിക്കലും ഹാംഫുൾ ആണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചെറിയ തോതിൽ തേർഡ് പാർട്ടി അത് ട്രാക്ക് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റിനെ കുറിച്ച് അവരറിയാൻ സാധ്യതയുണ്ട്. അതനുസരിച്ചുള്ള മെസ്സേജസ് ഇമെയിലൊക്കെ നമുക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ കുക്കീസ് നമുക്ക് ബ്രൗസറിലൂടെയാണ് വരുന്നത്. അത് ബ്രൗസറിൽ നമ്മൾ അത് എനേബിൾ ചെയ്താലാണ് കുക്കീസ് കാണാൻ പറ്റുക, ഡിസേബിൾ ചെയ്താൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്യാവുന്നതാണ്.